നമസ്കാരം. ഇപ്പൊ എന്റെ കയ്യില് കപ്പ ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് എന്താണോ ഉണ്ടാക്കാൻ പോണെന്ന്. വേറെ ഒന്നുമല്ല, ആഫ്രിക്കൻ ഡിഷായ ഫൂഫു ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ശരിയാവോ ഒന്നും അറിയില്ല, കൊളാവോ എന്നറിയില്ല. ശരിയായ നല്ല കാര്യം, കൊളായി കഴിഞ്ഞാൽ അത് സഹിക്കുക തന്നെ, അല്ലാണ്ട് എന്ത് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മളിതേ ഫൂഫുവിന് ആവശ്യമായ കപ്പ നന്നായിട്ട് ഇതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് നമ്മൾ അടിച്ച് ഇത് നമ്മൾ ഇതുപോലെ എടുക്കണം, തേങ്ങാപ്പാൽ എടുക്കണ പോലെയല്ലേ അതുപോലെ എടുക്കണം. നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മളിത് നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാണ്ട് ഒരു കാരണവശാലും അടി പിടിക്കാൻ പാടില്ല. നിർത്താണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഏകദേശം ഇത് ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 15 മിനിറ്റ് ഇത് വേവാനായിട്ട് വേണം. അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, നിർത്താണ്ട്. ഞാനിപ്പോൾ ഇതിൽ അടിച്ചപ്പോൾ ഈ കപ്പ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞ സമയത്ത് അതിൽ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫൂഫു റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. ബീഫും ഫൂഫും ആണ് കഴിക്കാൻ പോണത് ഇന്ന്. നമുക്ക് ഫൂഫു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് ഞാൻ പറയാം. ഇത് കണ്ട ഈ ഒരു പാകത്തിൽ വേണ്ട ബീഫ് ഞാൻ കുറച്ചെടുക്കണുള്ളൂ. ഇപ്പം ഇനി ചോറ് കഴിക്കണതിന് മുമ്പ് ഇത്തിരി ഫൂഫു കഴിക്കണം. അപ്പം അതുകൊണ്ട് കുറച്ച് വെച്ച് ഇപ്പം നിങ്ങളുടെ മുന്നിൽ കുറച്ച് കഴിച്ച് കാണിക്കണുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫൂഫു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി സാധനം. ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ, പറഞ്ഞറിയാൻ പറ്റില്ല. ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. പിന്നെ ഈ ഫൂഫു എന്നുള്ള പേര് വന്നെങ്ങനെയാണെന്ന് പറയും. നമ്മൾ ഈ ചൂടോടുകൂടി സാധനം കഴിക്കുമ്പോൾ നമ്മുടെ നാക്കും പൊള്ളും, കൈയും പൊള്ളും. അപ്പം നമ്മൾ അറിയാണ്ട് ഫൂഫു എന്ന് പറഞ്ഞാൽ ഊതൂലേ, ആ ഒരു ഊതനെ നമ്മൾ ഫൂഫു എന്നല്ലേ പറയണം. അങ്ങനെയാണ് ഇതിൻ്റെ ഫൂഫു എന്നുള്ളത് വന്നത്. ചുമ്മാ പറയട്ടോ, അടിപൊളി ടെസ്റ്റ്, ഒരു രക്ഷയില്ല.